പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രോണ് പറത്താൻ അറിയാത്ത എന്നാൽ ഡ്രോണ് ഇഷ്ടമുള്ള ഒരാളാണോ നിങ്ങൾ? ഒരു ബിഗിനറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സാധനം ചിലപ്പോൾ ഇതായിരിക്കും. DJയുടെ ഏറ്റവും പുതിയ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസമാണ് ഈ ഒരു ഡ്രോൺ റിലീസാവാൻ പോകുന്നത്. DJI ഫ്ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. വില കുറഞ്ഞെന്നാണോ പറയേണ്ടതല്ല, അഫോർഡബിൾ എന്ന് പറയണം. അഫോർഡബിൾ ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ഡ്രോണാണ് DJI ഫ്ലിപ്പ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ചെറിയൊരു റിവ്യൂ, പിന്നെ മിനി 4 Pro ആയിട്ട് നമ്മളിത് കമ്പയർ ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ബൈ ദ വേ, ദിസ് വീഡിയോ ഇസ് സ്പോൺസേഡ് ബൈ DJI എന്ന് വെച്ച് ഞാൻ ഇതിനെ പൊക്കി പറയാനൊന്നും പോകുന്നില്ല. ഇതിൻ്റെ ഉള്ള ഫീച്ചേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുക അത് വാങ്ങണോ വേണ്ടയോ. വെൽക്കം ടു ഫോട്ടോ ചാനൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കമൻറ്റിൽ ഞാനത് വയ്ക്കാം. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഇത് നമുക്കൊരു വൈറ്റ് പെട്ടിയിലാണ് വരിക. ഇത് ഫ്ലൈ മോർ കോംബോ ആണ്. ഇതൊരു വെള്ള ബോക്സിലാണ്. ആ ബോക്സ് ഞാൻ ആദ്യം പൊളിച്ച് കളഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വരും നോക്കാം. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളിൽ നിന്ന് തുടങ്ങാം. DJIൻ്റെ ഒരു സെറ്റ് ഓഫ് സ്റ്റിക്കറും പിന്നെ യൂസർ മാനുവലൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ സെറ്റ് ഓഫ് പ്രൊപ്പല്ലേഴ്സ്, പിന്നെ ഒരു ചാർജിങ് കേബിള്, പിന്നെ ഇത് അതിൻ്റെ ഒരു ഗിംബൽ പ്രൊട്ടക്ടറാണ്. നമ്മൾ ഓൾറെഡി ഡ്രോണിൻ്റെ അടുത്ത് പറത്തിക്കൊണ്ട് ഞാനത് ഊരി വെച്ചതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഡ്രോൺ, ഒരു ഡിഫറെൻറ്റ് ലുക്കിംഗ് ഡ്രോണാണിത്. നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള ഡ്രോൺ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ പണ്ടത്തെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന വലിയ ചക്രമുള്ള സൈക്കിളിനെ ഓർമ്മിപ്പിക്കുന്നത്. അതിനെന്താ പറയുക, മോണോ എന്തോ പറയില്ലേ, അതോടെ. അപ്പോൾ ആ സാധനം പോലെ ഉണ്ട്. ഒരു വെറൈറ്റി ലുക്കിംഗ് സാധനമല്ലേ. ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇതിൻ്റെ RC2 ആണ്. OcuSync 4 ടെക്നോളജിയിൽ വരുന്നത്. അതായത് ഇപ്പോഴുള്ള ബാക്കി ഏറ്റവും ലേറ്റസ്റ്റ് ഡ്രോണുകളിലൊക്കെ വരുന്ന അതേ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ നല്ല റേഞ്ചും സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ വരുന്നത് ബാറ്ററി ഹബ്ബാണ്. ബാറ്ററി ഹബ്ബിൽ 4 ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് 3 ബാറ്ററി കിട്ടുള്ളൂ. ഇതിലിപ്പോൾ 2 ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി ഞാൻ ഡ്രോണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഫ്ലൈ മോർ കോംബോയിലുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഡ്രോണിന് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, പിന്നെ മെമ്മറി കാർഡും ഉണ്ട്. ഇതിന് 32 GB ആണ്. 32 GB ഇതിന് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. അപ്പോൾ നമ്മൾ കാർഡ് എടുക്കാൻ മറന്നു കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രോ ആൾക്കാർക്കുള്ള സാധനമല്ല. പ്രോ ആൾക്കാർക്ക് യൂസ് ചെയ്യുക, ബിഗിനേഴ്സിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാർഡ് മറന്നാലോ, ഇനി കാർഡ് വാങ്ങിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഷോട്ടുകളൊക്കെ നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. പിന്നെ ഈ ഡ്രോണിൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ഈ ഡ്രോൺ മാത്രം മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇതിൻ്റെ ഈ എക്സ്ട്രാ ബാറ്ററിയോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡ്രോൺ മാത്രം മേടിച്ച് ഒറ്റ ബാറ്ററി ആയിട്ട് നമുക്കത് ചാർജ് ചെയ്ത് ആരുടെയും സഹായം ഇല്ലാതെ, ഇതിൽ തന്നെ കുറച്ച് പ്രീസെറ്റ് മോഡുകളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സോളോ ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവില്ല, അവർക്കത് ഭയങ്കര ഉപകാരമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രോണിൽ ഇനി മറ്റ് ഡ്രോണുകളിൽ ആ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോഴാണ് DJI അങ്ങനെ ഒരു ഫീച്ചർ പറയുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, ഞാൻ ഈ ഫീച്ചർ പറയുന്നതെന്നുള്ളൂ. നമ്മുടെ DJI മൈക്ക് ഉണ്ടല്ലോ, അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് ഇവിടെ കുത്തിയിട്ടുണ്ട്. ആ ഒരു DJI മൈക്ക് നമുക്ക് ഇതുമായിട്ട് സിങ്ക് ചെയ്തുകൊണ്ട്, പക്ഷേ അതിന് റിമോട്ട് കൺട്രോൾ വേണം, അതുമായിട്ട് സിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഓഡിയോ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ DJI മൈക്കിൽ നോയിസ് ക്യാൻസലിംഗ് ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ നോയിസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ടടുത്തു നിന്നാണ് ഡ്രോൺ പറത്തുന്നതെങ്കിലും ഡ്രോണിൻ്റെ സൗണ്ട് കുടുങ്ങാതെ നമുക്ക് സംസാരിച്ചിട്ട്, അതായത് ഒരു ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഡ്രോൺ ഇങ്ങനെ ഫോളോ മോഡിലൊക്കെ ഇട്ടിട്ട്, ഓട്ടോമാറ്റിക് ഫോളോ മോഡിൽ ഇട്ടിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഒരു ക്യാമറാമാൻ നമ്മളെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. സൗണ്ട് കയ്യിലേക്ക് തന്നെ റെക്കോർഡാവും. ഇത് ട്രാവൽ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഫേവററ്റ് പുതിയ അഫോർഡബിൾ ഡ്രോണായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കിത് പറത്തി നോക്കാം. ഇത് തുറക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഗിംബൽ കവർ തുറന്നു കഴിഞ്ഞാൽ, പിന്നെ ഇതൊരു അഫോർഡബിൾ ഡ്രോണാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേറെ സെൻസറുകളൊന്നുമില്ല. വാങ്ങുന്ന ആൾക്കാർ ഇച്ചിരി സൂക്ഷിച്ച് പറത്തണം. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക. പിന്നെ ഇതിന് ഫുൾ കവറിങ് ഈ ഒരു പ്രൊപ്പല്ലർ പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇത് ബിഗിനേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരിത് ക്രാഷ് ചെയ്യുന്നുള്ള കാര്യം DJIക്ക് ഉറപ്പാണ്. അപ്പോൾ ക്രാഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഡ്രോണാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രം സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫോളോ മോഡിലൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമല്ലോ, അപ്പോൾ മരങ്ങളും ചെടികളൊക്കെ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ ക്രാഷ് ആവാതെ സ്റ്റോപ്പ് ചെയ്യാനോ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു 3D സെൻസർ കൊടുത്തിട്ടുണ്ട്. 3D ലൈഡാർ സെൻസർ കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളിലൊന്നും സെൻസറില്ല. അപ്പോൾ നിങ്ങൾ റിമോട്ട് യൂസ് ചെയ്തിട്ട് സൈഡിലോട്ടൊക്കെ പറത്തുകയാണെങ്കിൽ ഇത്
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രാഷ് ആവും, അത് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി വരും. പക്ഷേ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു റേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം സംഭവങ്ങൾ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ക്രാഷ് ചെയ്താലും ചെറിയ രീതിയിലുള്ള ക്രാഷുകൾക്കൊന്നും ഒരു പ്രശ്നം വരില്ല. ഒക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ റിമോട്ട് ഇല്ലാതെ ഉള്ള ഒരു ഷൂട്ടിംഗ് സംഭവങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു ഡ്രോണിന് ഈ സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഡ്രോൺ ഓൺ ആവും. നമ്മളിത് പൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. അതല്ലാതെ നമുക്ക് പവർ ബട്ടൺ യൂസ് ചെയ്തിട്ടും ഓണാക്കും ഓഫാക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ നമുക്ക് കാർഡിൻ്റെ സ്ലോട്ട് ചാർജ് ചെയ്യാനുള്ള USB-C കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ചാർജർ മേടിക്കാതെ ഡ്രോൺ മാത്രം മേടിക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രീസെറ്റ് ബട്ടൺ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോഡ് മാറും. ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷ മാറ്റി നേരത്തെ ചൈനീസ് ആയി പോയിരുന്നു ഞാനിങ്ങനെ സെറ്റിങ്സിൽ കളിക്കുമ്പോൾ. അപ്പോൾ ചൈനീസിലാണ് കിടക്കുന്നത്. ഇത് ശരിക്കും ഇംഗ്ലീഷിൽ പറയും ഫോളോ ഡ്രോണി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മോഡ്. ഇതിപ്പോൾ ഫോളോ മോഡിലാണ്. ഫോളോ മോഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഫീച്ചറൊക്കെ യൂസ് ചെയ്യാൻ ഇതിൻ്റെ യൂസറിന് ഇത് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ട മോഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്യാമറ നമ്മുടെ നേരെ തിരിച്ച് പിടിക്കുക, എന്നിട്ട് ആ ഒരു പ്രീസെറ്റ് മോഡ് സെലക്ട് ചെയ്ത ഈ സൈഡിലെ ബട്ടൺ ഉണ്ടല്ലോ അത് തന്നെ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ സബ്ജക്റ്റിനെ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ നടന്നുകൊണ്ട് ഈ ഒരു ഡ്രോണിൽ നമുക്ക് വിഷ്വൽസ് പകർത്താൻ പറ്റും മറ്റൊരു ക്യാമറാമാൻ്റെ സഹായം ഇല്ലാതെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ട്രാവൽ ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരമാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി ഫീച്ചറല്ലേ. ഇനി ഇത് ലാൻഡ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. കൈ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ സെൻസർ ഉണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് നമ്മൾ ഗ്രൗണ്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള സെൻസർ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാമ്പ് വെച്ചെടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ലാൻഡിങ് ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചത് ഫോളോ എന്നുള്ള മോഡാണെങ്കിലും നമുക്കിതിൽ ഡ്രോണി സർക്കിൾ, അതായത് ഡ്രോണി എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിനെ എങ്ങനെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ഷോട്ടില്ലേ, പിന്നെ സർക്കിൾ എന്ന് പറയുമ്പോൾ അയാളെ സർക്കിൾ ചെയ്യുന്ന ഷോട്ട്, പിന്നെ റോക്കറ്റ് എന്ന് പറയുമ്പോൾ നേരെ മേലോട്ട് പൊന്തിക്കൊണ്ട് താഴോട്ട് ഷൂട്ട് ചെയ്യുന്ന ഷോട്ട്, പിന്നെ ഹൈലക്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ദൂരം കൂടുന്നൊരു ഷോട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ അതിൽ പ്രീസെറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് റിമോട്ട് വെച്ചിട്ട് പറത്താം. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മിനി 4 Proയിൽ വരുന്ന സെയിം സെൻസറാണ് ഇതിനകത്തും വരുന്നത്. ഗിംബലിൽ വെർട്ടിക്കൽ റൊട്ടേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോർമൽ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള വീഡിയോ ആണ് യൂഷ്വലി ഇതിൽ എടുക്കാൻ പറ്റുക. പക്ഷേ ഇതിനകത്ത് ഇൻബിൽട്ട് ഒരു ക്രോപ്പ്, അതായത് ഫുൾ സെൻസർ യൂസ് ചെയ്തുകൊണ്ട് ക്രോപ്പ്, നമ്മൾ നോർമലി വീഡിയോ എടുത്തിട്ട് ക്രോപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഏരിയ കിട്ടും നമുക്ക്. അങ്ങനെ ഒരു ഇൻറ്റേർണൽ വെർട്ടിക്കൽ മോഡ് ഇതിൽ ഫീച്ചറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ പ്രൊഫഷണൽ DJI ഡ്രോണുകളിലും വരുന്ന എല്ലാ ഫീച്ചറുകളും GPS, പിന്നെ റിട്ടേൺ ടു ഹോം, ഈ ഫീച്ചറുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. റിമോട്ട് വെച്ച് പറത്തുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വലിയ ഡ്രോണുകളൊക്കെ പോലെ തന്നെ 500 മീറ്റർ ഹൈറ്റ്, പിന്നെ 14-20 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. അത്രയും കവറേജിൽ, ഇതിൻ്റെ ഫുൾ കവറേജിൽ നമുക്ക് റിമോട്ട് വെച്ച് പറത്താൻ പറ്റും. ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ മിനി 4 Proയും കൂടെ ഇതിൻ്റെ കൂടെ പറത്തിയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് ഞാൻ ക്വാളിറ്റി കാണിച്ചു തരാം. ഇതെൻ്റെ പുതുപുത്തൻ റെയ്ബാൻ ഗ്ലാസ്. അപ്പോൾ ഈ മിനി 4 Pro ഇത് ഓണായില്ലേ. അപ്പോൾ മിനി 4 Proയിലുള്ള സെയിം സെൻസറാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡ്രോണിലും. അതുകൊണ്ട് സെയിം ക്വാളിറ്റി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഗിംബലാണ് വ്യത്യാസമുള്ളത്. ഇതിൻ്റെ ഗിംബൽ നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് നമുക്ക് വെർട്ടിക്കൽ മോഡ് അതിലുണ്ട്. അപ്പോൾ ഗിംബൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, വെർട്ടിക്കൽ മോഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതും കൂടി എയറിൽ നിർത്തട്ടെ. അപ്പോൾ 2 ഡ്രോണുകൾ അടുത്തുണ്ട്. പിന്നെ ഈ ഡ്രോൺ ഞാനിപ്പോൾ ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാലോ വിവരം അറിയും. കോഴ്സ് കട്ട് ഓഫ് ആയിട്ട് താഴെ വീഴും. അതേപോലെ എൻ്റെ വിരലിനൊക്കെയാണ് തട്ടുന്നതെങ്കിൽ ചിലപ്പോൾ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ സാധനം എനിക്കിതാ എന്താ ഇതൊരു പ്രശ്നമില്ല. ഇത് നമുക്ക് ക്രാഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. നമുക്കിങ്ങനെ തള്ളി മാറ്റാം. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തട്ടിക്കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല. വിരൽ തട്ടൂല, കാരണം ഇത് ഫുൾ കവറാണ്. നമ്മൾ സൈക്കിളിൻ്റെ അല്ലി പോലെ ഫുൾ കവറേജ് ആണ്. ഈ തട്ട് പോയിട്ട് ഞാൻ മിനി 4 Proയ്ക്ക് തട്ടുകയാണെങ്കിൽ അപ്പോൾ ബോസ് അവിടെ ഓഫായിട്ട് വീഴും. ഓട്ടോ ലാൻഡിങ് ഉണ്ട്. മറ്റേന് ഓട്ടോ ലാൻഡിങ് ഉണ്ടോ? മറ്റേന് ഓട്ടോ ലാൻഡിങ് ഇല്ല. ഇനി നമുക്ക് ക്വാളിറ്റി ഡിഫറൻസ് നോക്കാം. ഇത് നമ്മളെ ചെങ്ങായി ബാസിത്താണ്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മിനി 4 Pro ബാസിത്താണ് പറത്തുന്നത്. നമ്മുടെ ഫ്ലിപ്പ് ഞാനും പറത്തുന്നുണ്ട്. ആദ്യം നിങ്ങൾ കാണുന്ന ഈ ഒരു ഫൂട്ടേജ് ഇത് DJI ഫ്ലിപ്പിൽ നിന്നുള്ളതാണ്. 4K 60 FPS H.265 നോർമൽ കളർ മോഡിലാണ് നമ്മൾ 2 വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന വീഡിയോ നമ്മൾ ഫ്ലിപ്പ് എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ കാണുന്ന ഫൂട്ടേജ് മിനി 4 പ്രോയിൽ സെയിം സെറ്റിങ്സ് 4K 60 FPS നോർമൽ കളർ ഓട്ടോ മോഡിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെർട്ടിക്കൽ മോഡാണ്. ഇത് സ്ലോ മോഷൻ മോഡിൽ എടുത്താണ് 4K 100 FPS. ഇനി നമുക്ക് DJ ഫ്ലിപ്പിൻ്റെ ക്വാളിറ്റി കാണാൻ വേണ്ടിയിട്ട് അതിലെടുത്ത കുറച്ച് അടിപൊളി ഫൂട്ടേജസ് കാണാം. നമ്മൾ വീണ്ടും റിമോട്ട് ഓഫാക്കി. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു സെൻസറിൻ്റെ ആ ഒരു കപ്പാസിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇംഗ്ലീഷിലേക്ക് തന്നെ മാറ്റിയിട്ട് ഞാൻ ഫോളോ മോഡ് നമുക്കൊന്ന് ചാലഞ്ച് ചെയ്ത് നോക്കാം. ഇതിനെ ഞാൻ ആ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കാൻ പോകും. ആദ്യം നമുക്ക് നടക്കാം, പിന്നെ ഓടാം. അതെങ്ങനെ ഹോൾഡപ്പ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ചാലഞ്ച് ചെയ്ത് നോക്കാം ഇതിനെ. ക്രാഷായി, പക്ഷെ ഒന്നും പേടിക്കണ്ട, ഇത് ഇതിനുള്ള സാധനമാണ്. യെസ്, ഇത് ഞാൻ ക്രാഷ് ആവാത്തോണ്ടേ നമുക്ക് എവിടെ ഒന്ന് കൊണ്ടുപോയി ക്രാഷ് ആക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ബോസ് ക്രാഷ് ആയത്. അപ്പോൾ അതാണ് സെൻസറിൻ്റെ ജോലി. സെൻസർ ഭംഗിയായിട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ട്. ഇതിൻ്റെ ഈ ഒരു സേഫ് ഗാർഡിൻ്റെ ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുന്ന അതും നമ്മൾ കണ്ട്. കൊള്ളാമല്ലേ സംഭവം. പിന്നെ ഇത് 250 ഗ്രാമിൽ താഴെയുള്ള ഡ്രോണാണ്. 259 ഗ്രാംസാണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ നിയമത്തിൽ നിങ്ങളുള്ള രാജ്യത്ത് നിയമത്തിന് വല്ല ആനുകൂല്യം ഉണ്ടെങ്കിൽ അതിന് കിട്ടും. ഞാൻ 2 ദിവസം മുമ്പ് ഇതൊരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയ സമയത്ത് ഇതിങ്ങനെ ചെടിയിൽ തട്ടിയപ്പോൾ ക്രാഷായി വീണില്ല. ചെടി തട്ടിയപ്പോൾ അത് ബോസ് പെട്ടെന്ന് മേലോട്ട് ഉയരാണ് ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ്. എന്നാൽ പിന്നെ നിർത്തിയാലോ വാസ്തേ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഡ്രോണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബിഗിനേഴ്സിന് കേട്ടോ. ബിഗിനേഴ്സിന്, സോളോ ക്രിയേറ്റേഴ്സിനൊക്കെ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു സാധനം തോന്നുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. വീഡിയോ കഴിഞ്ഞ് നമുക്ക് ഇനി തിരിച്ചു പോവാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ. ആഷിഖ് അസീം സൈനിങ് ആണ്.